നമ്മളിൽ എത്ര പേർ ഇഷ്ടം തുറന്നു പറയാൻ മടിച്ച് അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് അതിന് കഴിയാതെ പോയി ഓർമ്മകളെ മാത്രം കൂട്ടുപിടിച്ച് ജീവിക്കുന്നുണ്ടാവും. ഉള്ളിൽ വലിയൊരു തിരയടിക്കുമ്പോഴും പുറമേ ഉള്ള ലോകത്ത് വളരെ ശാന്തമായി പുഞ്ചിരിച്ച് നടന്നു പോകുന്നു. അങ്ങനെയുള്ള ഒരാളുടെ കഥയാണ് കയ്യൊപ്പ്. വാക്കുകളെ ജീവശ്വാസമായി കണ്ട ഒടുവിൽ വാക്കുകൾ തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു എഴുത്തുകാരൻ്റെ കഥ, ബാലചന്ദ്രൻ്റെ കഥ. നിങ്ങളുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ശൂന്യത തോന്നിയിട്ടുണ്ടോ? അതായത് പുസ്തകങ്ങൾക്കിടയിലോ തിരക്കേറിയ ജോലികൾക്കിടയിലോ സ്വയം ഒളിച്ചു നിന്ന് പറയാൻ കൊതിച്ച വാക്കുകളൊക്കെ ഉള്ളിലൊതുക്കിയ ഒരു നിമിഷം. എങ്കിൽ ബാലചന്ദ്രൻ നിങ്ങൾക്ക് ഒട്ടും അപരിചിതനായിരിക്കില്ല. ബാലചന്ദ്രന്റെ ലോകം വളരെ ചെറുതാണ്. കൊച്ചിയിലെ ഒരു പഴയ ലോഡ്ജ് മുറി, അവിടെ എങ്ങും പുസ്തകങ്ങളാണ്. ഓഹാൻ പാമുക്കിൻ്റെയും പി കുഞ്ഞിരാമൻ നായരുടെയും ലോക ക്ലാസിക്കുകളുടെ ഒരു വലിയ ശേഖരം തന്നെ അവിടെ ഉണ്ട്. ജോലി കൊണ്ട് അയാൾ ഒരു അക്കൗണ്ടൻ്റാണ്, പക്ഷേ അയാളുടെ ശരിക്കുള്ള ജീവിതം ആ പുസ്തകങ്ങൾക്കിടയിലാണ്. ആ മുറി അയാളുടെ ഏകാന്തതയുടെ അടയാളം മാത്രമല്ല, അയാളുടെ ഒരു അഭയ കേന്ദ്രം കൂടാണ്. പുറം ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്നും സങ്കീർണതകളിൽ നിന്നും അയാൾ ഒളിക്കുന്നത് ആ ഒരു അക്ഷരങ്ങളുടെ ലോകത്താണ്. സിനിമയുടെ തുടക്കത്തിൽ ബാലചന്ദ്രൻ ഒരു നോവൽ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അയാൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് റൈറ്റേഴ്സ് ബ്ലോക്ക്. പക്ഷേ ബാലചന്ദ്രന്റെ കാര്യത്തിൽ അത് വെറും ഒരു സർഗാത്മക പ്രതിസന്ധി അല്ല, അത് അയാളുടെ ജീവിതം പോലെ തന്നെയാണ്. ഉള്ളിൽ വികാരങ്ങൾ ഉണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത, സ്നേഹം അനുഭവിക്കുമ്പോഴും അത് പറയാൻ വാക്കുകൾ കിട്ടാത്ത അയാളുടെ അവസ്ഥയുടെ നേർചിത്രമാണത്. അയാളുടെ മനസ്സ് പോലെ തന്നെ. അതായത് അയാളുടെ നോവലും പാതി വഴി നിന്നു പോകുന്നു. പുസ്തകങ്ങൾ വായിക്കുന്നതോടെ അയാൾ മറ്റുള്ളവരുടെ ലോകം അറിയുന്നുണ്ട്, പക്ഷെ സ്വന്തം ലോകം എങ്ങനെ പടുത്തുയർത്തണമെന്ന് അയാൾക്ക് അറിയില്ല. അയാളുടെ ഏകാന്തത ഒഴുകാതെ കെട്ടിക്കിടക്കുന്ന ഒരു പുഴ പോലാണ്. ആഴമുണ്ട്, പക്ഷേ അനക്കമില്ല. അങ്ങനെ ഇരിക്കെ ആ നിശ്ചലമായ പുഴയിലേക്ക് ഒരു കുളിരുള്ള കാറ്റ് പോലാണ് പത്മയുടെ ഫോൺ വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഒരിഷ്ടം. ഒരുപാട് കാലത്തിന് ശേഷം യാദൃച്ഛികമായി കിട്ടിയ നമ്പറിൽ അവൾ വിളിക്കുമ്പോൾ ബാലേന്ദ്രൻ്റെ ലോകം പതുക്കെ ചലിക്കാൻ തുടങ്ങിയാണ്. അവർ നേരി കാണുന്നേയില്ല, പക്ഷെ അവരുടെ പ്രണയം വളർന്ന് ശബ്ദത്തിലൂടെ മാത്രം. ആദ്യത്തെ സംഭാഷണങ്ങളെ അപരിചിതത്വം പതുക്കെ മാഞ്ഞു പോകുന്നു. അവർക്കിടയിൽ തമാശകൾ വരുന്നു, ചിരികൾ നിറയുന്നു. വാക്കുകൾ നഷ്ടപ്പെട്ട ബാലചന്ദ്രൻ കോളേജിൽ പത്മ പാടിയിരുന്ന ഒരു പഴയ ഹിന്ദി പാട്ട് പാടാൻ പറഞ്ഞു. ജൽത്തേ ഹേ ജിസ്കേ ലിയേ എന്ന ആ പഴയ ഹിന്ദി ഗാനം പത്മ പാടുമ്പോൾ അവർ രണ്ടുപേരും ആ പഴയ കോളേജ് കാല ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുകയാണ്. പരാജയപ്പെട്ട തൻ്റെ വിവാഹബന്ധത്തെക്കുറിച്ച് പത്മ സംസാരിക്കുന്നുണ്ട്. മനസ്സ് ഒഴിഞ്ഞ വീട് പോലെ ശാന്തം എന്ന് അവൾ പറയുമ്പോൾ ആ വാക്കുകളിൽ ഒരുതരം നിർവികാരത ഉണ്ടെങ്കിലും ആ ശൂന്യതയുടെ ആഴം ബാലേന്ദ്രന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം അവനും അതേ ശൂന്യതയുടെ ഒരു തരത്തിലുള്ള തുരുത്തിലാണ് ജീവിക്കുന്നത്. ഇതൊരു സാധാരണ പ്രണയകഥയല്ല. ഇവിടെ പ്രണയത്തിൻ്റെ തീവ്രമായ പ്രഖ്യാപനങ്ങളോ വാഗ്ദാനങ്ങളോ ഒന്നുമില്ല. പകരം രണ്ട് ഏകാന്തരായ മനുഷ്യർ പരസ്പരം താങ്ങാകുന്നു എന്ന ആശ്വാസമാണ് സിനിമ കാണിച്ചു തരുന്നത്. ഒരു ഫോൺ വിളിക്കായി കാത്തിരിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. അവളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വിരിയുന്ന ഒരു തിളക്കമുണ്ട്. അത് വിദ്യാസാഗറിൻ്റെ പശ്ചാത്തല സംഗീതം പോലെ നമ്മുടെ ഹൃദയത്തെയും പതുക്കെ തൊട്ടുണർത്തും. അവരുടെ ബന്ധം വാക്കുകൾക്കപ്പുറമുള്ള ഒരു തരം ധാരണയാണ്. കാണാമറയത്തിരുന്ന് പരസ്പരം കേൾക്കുന്നതിലൂടെ മാത്രം അവർ തങ്ങളുടെ ലോകങ്ങൾ പങ്കുവയ്ക്കുന്നു. ആ സംഭാഷണങ്ങളാണ് ബാലേന്ദ്രന്റെ വരണ്ടുപോയ എഴുത്ത് ലോകത്തേക്ക് വീണ്ടും വാക്കുകളെ കൊണ്ടുവന്നത്. ബാലേന്ദ്രൻ വീണ്ടും എഴുതുന്നു, വാക്കുകൾക്ക് വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നു. പക്ഷെ അതിന്റെ കാരണം അയാൾക്കറിയില്ലായിരുന്നു. അത് പത്മ എന്ന കയ്യൊപ്പായിരുന്നു. ബാലചന്ദ്രന്റെ ഹൃദയത്തിൽ എന്നേക്കുമായി പതിഞ്ഞ, ആർക്കും മായ്ക്കാനാവാത്ത കയ്യൊപ്പ്. സ്നേഹമാണ് ഏറ്റവും വലിയ പ്രചോദനം എന്ന് ആ നിമിഷങ്ങളിൽ നമ്മളെ വീണ്ടും ഈ സിനിമ ഓർമ്മിപ്പിക്കുന്നു. ബാലചന്ദ്രന്റെ ഉള്ളിലെ സ്നേഹം പത്മയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, അത് അയാളുടെ മനുഷ്യത്വത്തിന്റെ ഭാഗം കൂടാണ്. താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഫാത്തിമ എന്ന പെൺകുട്ടി അയാൾ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. ഒരു പത്രവാർത്തയുടെ മാത്രം അറിഞ്ഞ ജീവിതത്തിന് താങ്ങാകുകയാണ്. എന്തിനാണ്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് എന്നൊന്നും അയാൾ ചിന്തിക്കുന്നില്ല. ഒരു ജീവൻ രക്ഷിക്കണം, അത്രമാത്രം. അതുപോലെ താൻ താമസിക്കുന്ന ലോഡ്ജിലെ നടത്തിപ്പുകാരനെ ഫിറോസ് ബാബു എന്ന ചെറുപ്പക്കാരനെ പോലീസ് സംശയത്തിന്റെ പേരിൽ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അയാൾക്ക് വേണ്ടി സംസാരിക്കാനും ബാലേന്ദ്രൻ മടിക്കുന്നില്ല. ഈ പ്രവർത്തികളെല്ലാം അയാളുടെ നിശബ്ദമായ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമാണ്. വലിയ പ്രഖ്യാപനങ്ങളോ ലോകം അറിയപ്പെടണമെന്ന ആഗ്രഹമൊന്നും അയാൾക്കില്ല. അയാൾക്ക് ശരിയെന്ന് തോന്നുന്നു, അയാൾ ചെയ്യുന്നു, അത്രമാത്രം. പക്ഷെ സമൂഹം അയാളുടെ നന്മയെ കാണുന്ന സംശയത്തോടെയാണ്. ഫാത്തിമയെ സഹായിക്കുന്നത് പോലും പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഒരുപക്ഷെ ഇത്തരം അനുഭവങ്ങളൊക്കെ ആയിരിക്കാം അയാളെ കൂടുതൽ ഉൾവലിയാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ഏകാന്തത വെറുമൊരു തിരഞ്ഞെടുപ്പല്ല, ഒരു തരത്തിൽ സമൂഹം അയാളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒന്നുകൂടാണ്. ബാലചന്ദ്രനെ പോലെ ഒരാളുടെ ഏകാന്തത നമുക്ക് എങ്ങനെയാണ് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുക? മനഃശാസ്ത്രപരമായി നോക്കിയാൽ ഏകാന്ത എന്ന് പറഞ്ഞ ഒരു അപകട സൂചനയൊക്കെയാണ് പലരും പറയാറുള്ളത്. മനുഷ്യനൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് ഒറ്റപ്പെടുമ്പോൾ ഒരു തരം സെൽഫ് പ്രിസർവേഷൻ മോഡിലേക്ക് മാറും. അത് നമ്മളെ കൂടുതൽ ഭയമുള്ളവരും മറ്റുള്ളവരെ സംശയത്തോടെ കാണുന്നവരും ചെറിയ കാര്യങ്ങളിൽ പോലും വേദനിക്കുന്നവരുമാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. പുറമേക്ക് ശാന്തനായി കാണപ്പെടുമ്പോഴും ബാലചന്ദ്രന്റെ ഉള്ളിൽ ഈ ഒരു പ്രതിരോധം എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ അതുകൊണ്ടാവാം സ്നേഹം തൊട്ട് മുന്നിൽ വന്ന് നിന്നിട്ടും അത് മുറുകെ പിടിക്കാൻ അയാൾക്ക് കഴിയാതെ പോകും. ഒടുവിൽ ഒരു ബാലചന്ദ്രൻ യാത്രയാണ് ഒരു ബസ് സ്ഫോടനത്തോടെയാണ്. അതൊരു സാധാരണ മരണമായിരുന്നില്ല. ജീവിതത്തിൽ ആദ്യമായി അയാളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പൂർണ്ണത വരുന്ന നിമിഷത്തിലായിരുന്നു അത്. അയാൾ സ്വരുക്കൂട്ടി വെച്ച പണം ഫാത്തിമയുടെ ഓപ്പറേഷന് വേണ്ടി കൊടുത്തുവിടുന്നു. പത്മയുമായി പുതിയൊരു ജീവിത സ്വപ്നം കാണുന്നു. പൂർത്തിയാക്കിയ നോവൽ പ്രസാധകനെ ഏൽപ്പിക്കുന്നു. ആ നിമിഷത്തിലാണ് മരണം അയാളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്.
ഒരുപക്ഷെ അതായിരുന്നു ആ കഥയുടെ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ ശരിയായ അവസാനം എന്ന് വേണം കരുതാൻ. കാരണം ബാലേന്ദ്രൻ്റെ ജീവിതത്തിനെ പറയാതെ പോയ വാക്കുകളുടേതാണ്. ആ മൗനമാണ് അയാളുടെ കയ്യൊപ്പ്. ജീവിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ആ സ്നേഹം പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ അയാളുടെ മരണം ആ പറയാത്ത ഇഷ്ടത്തെ അനശ്വരമാക്കി. അതുകൊണ്ടാണ് വർഷങ്ങൾക്കിപ്പുറവും ബാലചന്ദ്രൻ നമ്മുടെ ഓർമ്മകളിൽ മായാത്തൊരു നൊമ്പരമായി അവശേഷിക്കുന്നത്. കയ്യൊപ്പ് ഒരു സിനിമ എന്നതിലുപരി നമ്മൾ വായിച്ചു തീർക്കാത്ത ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിലെ അക്ഷരങ്ങൾ മഷി കൊണ്ടല്ല, പറയാൻ ബാക്കി വെച്ച സ്നേഹം കൊണ്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. കയ്യൊപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നിയിരുന്നോ? ബാലചന്ദ്രനെ പോലെ നിങ്ങളുടെ ഓർമ്മകൾ എപ്പോഴും ജീവിക്കുന്ന, നിങ്ങളെ സ്പർശിച്ച മറ്റ് സിനിമാ കഥാപാത്രങ്ങൾ ആരാണ്? അവരുടെ പേരുകൾ ദയവായി കമൻറ്റ് ചെയ്യുക. നമുക്ക് അവരെക്കുറിച്ചും സംസാരിക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.